ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ ഇന്നലെ ഇട്ട വീഡിയോൻ്റെ കണ്ടിന്യൂഷനാണ്. ഇന്നലെ നമ്മളിട്ടത് ഗോൾഡിൻ്റെയും യൂറോ USDയുടെയും പ്രീ മാർക്കറ്റ് മൂവാണ്. ഓക്കെ, സോ അപ്പോൾ ഇന്നത്തെ മൂവ് എന്തൊക്കെയായിരിക്കും മാർക്കറ്റിൽ നടക്കാൻ പോകുന്നതെന്നാണ് പറയാൻ പോകുന്നത്. സോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാനൊരു സെബി രജിസ്റ്റേർഡ് ട്രേഡർ എന്നല്ല. ഞാൻ പറയുന്ന അതേ കാര്യങ്ങൾ ബ്ലൈൻഡായിട്ട് എടുത്ത് ബൈയും സെല്ലും ചെയ്യുന്നത് ഒഴിവാക്കിയിട്ട് നിങ്ങൾക്കൊരു സ്ട്രാറ്റജി ഉണ്ടാവും. ആ സ്ട്രാറ്റജി എന്താണോ പറയുന്നത് അത് മനസ്സിലാക്കി ഒരു ട്രേഡിൽ എൻ്റർ ആവുക, പ്രോപ്പർ എക്സലൊക്കെ വെക്കുക, റിസ്ക് മാനേജ് ചെയ്യുക. ഓക്കെ, സോ ഈ ഒരു വീഡിയോ ജസ്റ്റ് എഡ്യൂക്കേഷണൽ കണ്ടൻറ്റ് പോലെ ചെയ്യുന്നതാണ്. ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന ബൈയിങ് ഏരിയയും സെല്ലിങ് ഏരിയയും ജസ്റ്റ് നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. അവിടെ മാർക്കറ്റ് വരുമ്പം അവിടുത്തെ റിയാക്ഷൻസ് നോക്കി നിങ്ങളെ സ്ട്രാറ്റജി യൂസ് ചെയ്ത് നിങ്ങൾ എൻ്റർ ആവുക ട്രേഡിൽ. ഓക്കെ, അല്ലാതെ ഞാൻ പറയുന്ന ഏരിയ അതേപോലെ മാർക്ക് ചെയ്ത് അവിടെ പോയിട്ട് ട്രേഡ് എടുക്കരുത്, അത് അവോയ്ഡ് ചെയ്യുക. സോ നിങ്ങൾ സ്ട്രാറ്റജി പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുക, റിസ്ക് മാനേജ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞായിരുന്നു ഗോൾഡിലും യൂറോയിലും ഇന്ന മൂവ് സംഭവിക്കാം ഇന്ന ഏരിയയിൽ വരുമ്പോൾ. ഓക്കെ, കുറച്ച് ഏരിയാസ് നമ്മൾ മാർക്ക് ചെയ്ത് തന്നായിരുന്നു. അപ്പോൾ ഇന്നലെ പറഞ്ഞ ഏരിയയിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് നമുക്ക് നോക്കാം. ഓക്കെ, അതിനുശേഷം ഇന്നത്തെ മൂവ് നമുക്ക് നോക്കാം. ഇത് ഫസ്റ്റ് യൂറോയുടെ ചാർട്ടാണ്. അപ്പോൾ സ്റ്റിൽ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, യൂറോ ഇപ്പം 4 hour നോക്കുകയാണെങ്കിൽ ഒരു ഡൗൺ ട്രെൻഡാണ്. സോ ഡൗൺ ട്രെൻഡാണ് ഇപ്പോൾ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞത് ഇവിടെ ഒരു പോയിൻ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഇവിടെ ഒരു പുൾ ബാക്ക് എന്ന് പറയുന്ന ഏരിയ ഉണ്ട്, ഒരു OB എന്ന് പറയാം. ഓക്കെ, പ്രോപ്പർ OB അല്ല എന്നാൽ കൂടെ ഇവിടെ ഒരു OB ഓർഡർ ബ്ലോക്ക് ഉണ്ട്, അവിടെ റിയാക്ഷൻ വരാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഓക്കെ, പക്ഷേ റിയാക്ഷൻ വരാണ്ട് സെല്ലായി. അപ്പോൾ ഇതങ്ങനെ നമുക്ക് നോക്കാം. നമ്മൾ ഇതിന് മുന്നത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് മുകളിലൊരു 4 hour OB ഉണ്ട്, മാർക്കറ്റ് മേ ബി അങ്ങോട്ടേക്ക് വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ മാർക്കറ്റ് അങ്ങോട്ട് ഇതുവരെ വന്നിട്ടില്ല. ഓക്കെ, അതിന് മുന്നേ തന്നെ ഡ്രോപ്പായി. പിന്നെ ഇന്നലെ മാർക്കറ്റിൽ വലിയ വോളിയം ഇല്ലായിരുന്നു, വോളിയം വളരെ കുറവായിരുന്നു, വലിയ മൂവൊന്നും മാർക്കറ്റിൽ കണ്ടില്ല. ഓക്കെ, ന്യൂസ് ഉണ്ടായിരുന്നു നൈറ്റ്, ആ ന്യൂസിലും ചെറിയൊരു മാനിപ്പുലേഷൻ ഉണ്ടായിരുന്നു, അല്ലാതെ വേറെ പ്രത്യേകിച്ച് മൂവൊന്നും കണ്ടില്ല. ഓക്കെ, പക്ഷേ ഗോൾഡിൽ കുഴപ്പമില്ലാത്തൊരു മൂവ് ഉണ്ടായിരുന്നു, അത്യാവശ്യം പിപ്പിൻ്റെ മൂവ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ 50 മിനിറ്റ് ചാർട്ട് എടുക്കാം. 50 മിനിറ്റ് ചാർട്ടിൽ നമ്മൾ ഇന്നലെ പറഞ്ഞ ഏരിയ എന്ന് പറയുമ്പം നമ്മൾ ഇന്നലത്തെ മുമ്പത്തെ ദിവസം ഈ ഒരു സപ്ലൈയിൽ സെല്ലുണ്ടെന്ന് പറഞ്ഞു, സെല്ലായി മാർക്കറ്റ്. പിന്നെ മാർക്കറ്റ് മുകളിലേക്ക് തന്നെ പോയി. മുകളിലേക്ക് പോയതിനു ശേഷം ഈ ഒരു OB, ഓക്കെ, നമ്മൾ ഇന്നലത്തെ വീഡിയോ പറഞ്ഞാണ് ഈ ഒരു OB ഞാൻ ഒരു ബൈക്ക് വേണ്ടി മാർക്ക് ചെയ്ത് തന്നായിരുന്നു, ഇവിടെ വന്ന ബൈ നോക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പം അതിന് മുന്നേ ഒരു സെല്ലും പറഞ്ഞായിരുന്നു. സെല്ല് ഞാൻ പറഞ്ഞത് 2 ഏരിയ ആയിരുന്നു. ഒന്ന് ഈ ഒരു ലൈൻ, ഈ ഒരു ബ്രേക്കർ ബ്ലോക്ക്. ഓക്കെ, സോ ഈ ഒരു ഏരിയ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത ഏരിയ ഒരു ലൈൻ വരച്ചിട്ട് ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് ടാപ്പ് ആകുമ്പോൾ നമുക്കൊരു സെല്ല് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ മുകളിലൊരു ചെറിയൊരു ഓർഡർ ബ്ലോക്ക് പോലെ ഒരു ഏരിയ മാർക്ക് ചെയ്തായിരുന്നു, ഈ ഒരു കള്ളി. ഓക്കെ, സോ ഈ ഒരു ഏരിയ. ഓക്കെ, ഇവിടെ മാർക്കറ്റ് വന്നാൽ നിങ്ങൾക്ക് സെൽ നോക്കാമെന്ന് പറഞ്ഞായിരുന്നു, പക്ഷേ മാർക്കറ്റ് അവിടെ വന്നില്ല, അതിന് മുന്നേ സെല്ലായി. ഓക്കെ, അപ്പോൾ അതിൻ്റെ റീസൺ ഞാൻ കാണിക്കാം. ഞാൻ സെല്ലെടുത്തായിരുന്നു, എനിക്ക് എൻട്രി കിട്ടിയായിരുന്നു. ഓക്കെ, സോ ഞാൻ എൻട്രി ഗ്രൂപ്പ് ഷെയർ ചെയ്യാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അധികം സ്കാൽപ്പായിരിക്കും. അപ്പം നമ്മൾ എൻട്രി ഷെയർ ചെയ്യുമ്പോഴത്തേക്ക് മാർക്കറ്റ് ഓൾറെഡി താഴെ പോയിട്ടുണ്ടാവും. ഓക്കെ, സോ അതുകൊണ്ടാണ് എൻട്രി അധികം ഷെയർ ചെയ്യാൻ പറ്റാത്തത്. ഓക്കെ, സോ ഇവിടെ എൻട്രി നമുക്ക് വന്നത് എന്ന് കാണാൻ പറ്റും. മാർക്കറ്റ് നേരെ ഇത് ലണ്ടൻ സെക്ഷനാണ്, ഞങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ലണ്ടൻ സെക്ഷനിലാണ് ഈ ഒരു സംഭവം നടന്നത്. ഓക്കെ, ഈ മൂവ് നടന്നത്. സോറി, ഓക്കെ, എന്ന് കാണാൻ പറ്റും. ഇന്നലെ വീഡിയോ ഇട്ട സമയത്ത് ഇവിടെ ഏഷ്യ ലോ ഉണ്ടായിരുന്നു. ഈ ഒരു ഏഷ്യ ലോ മാർക്കറ്റ് എടുക്കുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു ഇന്നലത്തെ വീഡിയോയിൽ. ഓക്കെ, ഇത് ഏഷ്യ ഹൈ ആയിരുന്നു. മാർക്കറ്റ് ഏഷ്യ ഹൈ എടുത്തിട്ട് ലണ്ടൻ ഓപ്പൺ ആയത് ഈ ഒരു ഏരിയ നിന്നാണ്. ഓക്കെ, ഈ ഒരു ഏരിയയിൽ നിന്ന് ലണ്ടൻ ഓപ്പൺ ആയി. അതിനുശേഷം മാർക്കറ്റിനെ മുകളിലേക്ക് പുഷ് ചെയ്തതിനു ശേഷം ഇവിടെ ചെറിയൊരു മാനിപ്പുലേഷൻ വന്നായിരുന്നു. ആ മാനിപ്പുലേഷൻ എന്ന് പറയുന്നത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഈ ഒരു ഏരിയ. ഓക്കെ, സോ ഇവിടെ നിന്ന് ലണ്ടൻ ഓപ്പൺ ആയി, നേരെ മുകളിലേക്ക് മാർക്കറ്റ് പോയി. ഞാൻ സെല്ലെടുത്തത് ലണ്ടൻ ഈ ഒരു ഏരിയ. ഓക്കെ, ഇവിടെ മാർക്കറ്റ് ജസ്റ്റ് കാണാൻ പറ്റും. ഇവിടെ മൊത്തം സ്വീപ്പ് ചെയ്തായിരുന്നു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത സമയത്ത് ഇവിടെ നമുക്കൊരു മൈനർ സ്ട്രക്ചർ ഷിഫ്റ്റായിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഈ ഒരു OBയോ ഈ ഒരു ഏരിയ ഒരു മൈനർ സ്ട്രക്ചർ ഷിഫ്റ്റായിട്ട് കാണാൻ മാർക്കാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ ഞാൻ എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു, സെല്ല് ഈ ഒരു ഏരിയ ഈ ഒരു OB ആണെന്ന് തോന്നുന്നു, ഇവിടെ നിന്ന് സെല്ലെടുത്തു. SL ഞാൻ വെച്ചത് കുറച്ച് മുകളിൽ കയറ്റി വെച്ചു, പക്ഷേ SL ഞാൻ അതായത് ട്രേഡിൽ SL ഞാൻ വെച്ചില്ലായിരുന്നു. ഓക്കെ, MT5ൽ SL വെച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ ഞാൻ താഴത്തെ ടാർഗറ്റ് വെച്ച ടാർഗറ്റ് ഒന്ന് ഏകദേശം ഈ ഒരു ഏരിയ. ഓക്കെ, ഈ ഒരു ഡിമാൻഡ് വരെയാണ് വെച്ച ടാർഗറ്റ്. അല്ല, ആ ഡിമാൻഡ് എന്ന് ഞാൻ പറഞ്ഞായിരുന്നു മേ ബി മാർക്കറ്റ് റിവേഴ്സലാവുന്നു. ഓക്കെ, പക്ഷേ ഞാൻ ഇത് വെച്ച് മാർക്കറ്റ് കുറച്ച് മുകളിലേക്ക് പുഷ് ചെയ്തു. അതിനുശേഷം മാർക്കറ്റ് ഈ ഒരു ഏരിയ തന്നെ നിന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തു, ആ ട്രേഡ് ചെറിയ ലോസ് $1 ആ ചെറിയ ലോസ് ഞാൻ എന്ത് ചെയ്തു, ക്ലോസ് ചെയ്തു ട്രേഡ്. ഓക്കെ, എന്നിട്ട് ഞാൻ നോക്കിയപ്പോൾ മാർക്കറ്റ് വലിയ മൂവില്ലായിരുന്നു, കാരണം ലണ്ടനിൽ മാർക്കറ്റ് കുറച്ച് സമയം ഗ്യാപ്പ് അപ്പ് വന്നായിരുന്നു. ഓക്കെ, സോ ഗ്യാപ്പ് ഡൗൺ എന്താ വന്നായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആ ക്ലോസ് ചെയ്തു ട്രേഡ്. ലണ്ടനിൽ ഞാൻ ട്രേഡ് എടുത്തത് ഒരു ചെറിയ ലോസിൽ ക്ലോസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ആ ട്രേഡ്. സെറ്റപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന സെറ്റപ്പ് ഈ ഒരു ഏരിയ മാർക്കറ്റ് സ്വീപ്പ് ചെയ്ത് നിങ്ങൾക്ക് ഡയറക്റ്റ് സെൽ അടിക്കായിരുന്നു. ഓക്കെ, ഞാനത് നോക്കിയില്ല, നോക്കാം 1 മിനിറ്റ് നോക്കാം.
ഇതാണ് 1 മിനിറ്റ് ചാർട്ട്. ഈ ഒരു ഹൈ മാർക്കറ്റ് സ്വീപ്പ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഒരു സെല്ല് നോക്കായിരുന്നു. അത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഹൈ വെക്കുന്നതിന് മുമ്പുള്ള ലോ എന്ന് പറഞ്ഞാൽ ഈ ലോ ആണ്. ഓക്കെ, ഈ ലോ മാർക്കറ്റ് ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടുണ്ടാവണം. സോ ഇപ്പോൾ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. സോ അതിനുശേഷം ക്രിയേറ്റ് ആയതാണ് ഈ ഒരു സപ്ലൈ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു പോയിൻ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഏരിയ നിങ്ങൾക്ക് 5 മിനിറ്റ് നോക്കുമ്പോൾ കുറച്ചും കൂടി വൃത്തിക്ക് കാണാൻ പറ്റും. ഞാൻ കാണിക്കാം. ഒന്നാമത് ഞാൻ ആ $1 ട്രേഡ് ക്ലോസ് ചെയ്ത് പിന്നെ അവിടെ സെല്ല് നോക്കാതിരുന്നത് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. മാർക്കറ്റ് ഒന്നാമത് ആ ഒരു ബ്രേക്കർ ബ്ലോക്ക് പോലും ടാപ്പ് ആയിട്ടില്ല. മുകളിൽ ചെറിയൊരു ഓബി ഉണ്ട്, അവിടെയും ടാപ്പ് ആയിട്ടില്ല. അതുകൊണ്ട് മേ ബി ചിലപ്പോൾ മുകളിലേക്ക് ഒരു മാനിപ്പുലേഷനായിട്ട് മുകളിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട് തോന്നിയുകൊണ്ട് ഞാൻ ചെറിയ ലോസിൽ ട്രേഡ് ക്ലോസ് ചെയ്തു. അവിടെ ടാപ്പ് ചെയ്യാൻ വെയിറ്റ് ചെയ്തു. പക്ഷേ അതിന് മുമ്പേ തന്നെ മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് പോകുന്നതിൻ്റെ ഒരു എന്താ പറയുക ട്രെൻഡ് നമുക്ക് കാണിച്ചു തന്നു. അതാണ് ഈ ഒരു സ്വീപ്പ് എന്ന് പറഞ്ഞാൽ കാണിച്ചു തരാം. 5 മിനിറ്റ് എടുത്ത് കാണിക്കാം. സോ ലണ്ടൻ മാർക്കറ്റ് ഓൾറെഡി ഏഷ്യായി ഇവിടെ എടുത്തു. അതിനുശേഷം ലണ്ടൻ തന്നെ റീസെൻറ്റ് ഹൈ ഇവിടെ സ്വീപ്പ് ചെയ്തിട്ട് ബോഡി ക്ലോസ് ആക്കാൻ പറ്റാതെ, ബോഡി ക്ലോസ് ആവുന്നില്ല മീൻസ് ബയേഴ്സ് കുറവാണ്, സെല്ലേഴ്സ് കൂടുതലാണ് എന്നാണ്. ഓക്കെ, അപ്പോൾ വിക്ക് വെച്ചു, ബോഡി താഴെ ക്ലോസ് ആയി, മാർക്കറ്റ് താഴെ പോയി. റീസെൻറ്റ് ലോ ഈ ഹൈ വെക്കുന്നതിന് മുമ്പുള്ള ലോ ഇതാണ്. ഇവിടെ നിന്നാണ് ആ ബൈ മൂല്യം വന്നത്. അതിനുശേഷമാണ് ഈ ഒരു വിക്ക് മുകളിൽ വന്നിട്ട് താഴേക്ക് മാർക്കറ്റ് പോയത്. അങ്ങനെ ഈ ലോ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു. ഓക്കെ, ഇതൊരു മൈനർ ഷിഫ്റ്റായിട്ട് നമുക്ക് കാണാം. താഴേക്ക് വെച്ചു. അതിനുശേഷം ഇവിടെ ഒരു സപ്ലൈ ക്രിയേറ്റ് ആയി. ഓക്കെ, ഞാൻ ഈ മാർക്ക് ചെയ്ത പച്ച കളർ കാണുന്നത് ഇതൊരു സപ്ലൈ ആണ്, ഈ ഒരു ഏരിയ. ഓക്കെ, സോ ഈ സപ്ലൈ മാർക്കറ്റ് അവിടെ ഹോൾഡ് ചെയ്തു. അതിനുശേഷം മാർക്കറ്റ് താഴേക്ക് ഡ്രോപ്പ് ആയതിനു ശേഷം ഞാൻ നിങ്ങൾക്ക് സെഷൻസ് കാണിക്കാം. സോ സെഷൻസ് നോക്കുമ്പോൾ കാണാൻ പറ്റും. ഇതാണ് ലണ്ടൻ്റെ മൂവ് എന്ന് പറയുന്നത്. ലണ്ടനാണ് ഈ ഒരു മാനിപ്പുലേഷൻ ചെയ്ത് ചെറിയൊരു മാനിപ്പുലേഷൻ, അതായത് ഈ ലിക്വിഡിറ്റി ഹണ്ട് ചെയ്തത് താഴേക്ക് പോയി. ലണ്ടൻ ഇവിടെ ക്ലോസ് ആയി. ഓക്കെ, ഇത് ലണ്ടൻ കിൽ സോൺ ആണ്. സോ ലണ്ടൻ ക്ലോസ് ആയി. ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ ന്യൂയോർക്ക് ടൈം 5 മണിയൊക്കെ ആകുമ്പോൾ ക്ലോസ് ആയി. പിന്നെ മാർക്കറ്റ് മെല്ലെ താഴേക്ക് പുഷ് ചെയ്ത് താഴെ പോയി. പിന്നെ മാർക്കറ്റ് മെല്ലെ മുകളിലേക്ക് പുഷ് ചെയ്യാൻ തുടങ്ങി. അതായത് ന്യൂയോർക്ക് ഓപ്പൺ ആയത് ഈ ഒരു ഏരിയ എന്നാണ് 7 മണി. ഓക്കെ, ന്യൂയോർക്ക് ടൈമാണ്, ഇന്ത്യൻ ടൈം അല്ല. ഇന്ത്യൻ ടൈം ഈവനിങ് 5:30. ഓക്കെ, സോ ഇവിടുന്ന് മാർക്കറ്റ് മുകളിലേക്ക് പുഷ് ചെയ്തിട്ട് മാർക്കറ്റ് നമ്മൾ ലണ്ടനിൽ ക്രിയേറ്റ് ചെയ്ത സപ്ലൈ മാർക്കറ്റ് ടാപ്പ് ചെയ്തു. എപ്പോഴും ഇപ്പോൾ ട്രെൻഡ് ഡൗൺ ആയതിനെ കൊണ്ട് മാർക്കറ്റ് അധികം ചെയ്യാൻ ചാൻസ് ഉള്ളത് ഒന്നെങ്കിൽ ലണ്ടൻ ക്രിയേറ്റ് ചെയ്ത സപ്ലൈ അല്ലെങ്കിൽ ഡിമാൻഡ് ടാപ്പ് ചെയ്യും, അല്ലെങ്കിൽ ലണ്ടൻ്റെ ഹൈയോ ലോയോ എടുത്തിട്ട് മാർക്കറ്റ് മൂവ് ആവും. ന്യൂയോർക്ക് അങ്ങനെയാണ് ചെയ്യാറ്. ഓക്കെ, അപ്പോൾ ഇതിൽ 2 പോസിബിലിറ്റി ആണല്ലോ. ഒന്ന് ലണ്ടൻ ക്രിയേറ്റ് ചെയ്ത സപ്ലൈയോ ഡിമാൻഡോ എടുക്കണം. അപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ സെല്ലിലുള്ളതുകൊണ്ട് സപ്ലൈ എടുക്കുന്നത് നമുക്ക് വിചാരിക്കാം. സോ സപ്ലൈയിലെ ടാപ്പ് ആയ സമയത്ത് ഞാൻ എന്ത് ചെയ്തു, കൺഫർമേഷൻ നോക്കി. എന്നിട്ടാണ് എനിക്ക് സെല്ല് കിട്ടിയത്. ന്യൂയോർക്ക് സെക്ഷനാണ് സെല്ല് കിട്ടിയത്. അപ്പോൾ നമുക്ക് ആ സെല്ല് എങ്ങനെ കിട്ടിയെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഒരു ഏരിയ, ഈ ഒരു സപ്ലൈ മാർക്കറ്റ് ടാപ്പ് ചെയ്തത് ന്യൂയോർക്ക് AM-ലാണ്. അതായത് ന്യൂയോർക്ക് മാർക്കറ്റ് ഓപ്പൺ ആയ സമയത്താണ്. ന്യൂയോർക്ക് കിൽ സോൺ എന്ന് പറയും. ഓക്കെ, ന്യൂയോർക്ക് കിൽ സോൺ ടൈം 7 to 10 അത് ന്യൂയോർക്ക് ടൈമാണ്. ഓക്കെ, നമ്മുടെ ഇന്ത്യൻ ടൈം 5:30 to 8:30 വരെ എന്തോന്ന് ഇവിടുത്തെ ടൈം. ഓക്കെ, സോ ടാപ്പായി. അതിനുശേഷം നമുക്കവിടെ നടന്ന പ്രൈസ് മൂവ്മെൻറ്റ് നോക്കാം. അപ്പോഴാണ് ന്യൂസ് വന്നത്. ഇത് ന്യൂസ് ടൈമിൽ വന്ന ചെറിയൊരു മാനിപ്പുലേഷനാണ്. വലിയൊരു എഫക്റ്റ് ഒന്നുമില്ല, ചെറിയൊരു മാനിപ്പുലേഷൻ പോലെ ഒരു വിക്ക് പോയിട്ടാണ് ന്യൂസിൽ വന്ന മൂവ് എന്ന് പറയുന്നത്, ഈ ഒറ്റ ക്യാൻഡിൽ. ഓക്കെ, സോ നമുക്കവിടെ വന്ന ഇത് നോക്കാം, സെറ്റപ്പ് നോക്കാം. സോ ഞാൻ 1 മിനിറ്റ് പോവാണ്. 1 മിനിറ്റ് പോയതിനു ശേഷം നമുക്ക് ഇവിടെ നടന്ന പ്രൈസ് മൂവ് നോക്കാം. ഓക്കെ, സോ ഇതാണ് നമുക്ക് ന്യൂയോർക്ക് ഓപ്പൺ ആയ ഏരിയ. ഓക്കെ, ഇവിടെ കാണാൻ പറ്റും മാർക്കറ്റ് ഈ സപ്ലൈയിൽ ടാപ്പ് ചെയ്തു. ഞാൻ പറഞ്ഞു ഈ സപ്ലൈ നമ്മൾ ലണ്ടനിൽ ക്രിയേറ്റ് ആയ സപ്ലൈ. ഓക്കെ, ഈ സപ്ലൈയിൽ മാർക്കറ്റ് ടാപ്പ് ചെയ്ത സമയത്ത് ഇവിടെ നടന്ന മൂവ് നമുക്ക് നോക്കാം. ഓക്കെ, റീസെൻറ്റ് ഹൈ എടുത്തു. ആദ്യം ടാപ്പ് ആയില്ല, ജസ്റ്റ് താഴേക്ക് പുൾ ചെയ്തു. പിന്നെ ഒന്നുകൂടെ മുകളിലേക്ക് പോയി ഈ ഒരു ഹൈ മാർക്കറ്റ് എടുത്തു. ഓക്കെ, ഈ മാർക്കറ്റ് ഹൈ എടുത്തു. ഓക്കെ, ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തു. അതിനുശേഷം മാർക്കറ്റ് ഇവിടെ ഒരു OB ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇതാണ് OB, സിംഗിൾ ക്യാൻഡിൽ. ഓക്കെ, ഒരു OB ക്രിയേറ്റ് ചെയ്തു. 1 മിനിറ്റ് ആണ് സംഭവം. ഓക്കെ, 1 മിനിറ്റ് OB ആണ്. സോ അത് ക്രിയേറ്റ് ചെയ്തു. അപ്പം എനിക്ക് തോന്നി, കാരണം മാർക്കറ്റ് താഴെ പോയി ഇനി തിരിച്ച് വരികയാണെങ്കിൽ ഇവിടുന്ന് സെല്ലാവാൻ ചാൻസ് ഉള്ളൂ. കാരണം ഓൾറെഡി ലണ്ടൻ്റെ സപ്ലൈ മാർക്കറ്റ് ടാപ്പ് ചെയ്തു. ആ ടാപ്പ് ചെയ്തപ്പോഴാണ് ഈ ഒരു വലിയ റിയാക്ഷൻ വന്നത്. ഓക്കെ, അതിനുശേഷം ഇവിടെ വീണ്ടും ഒരു സപ്ലൈ ക്രിയേറ്റ് ചെയ്തു, ഒരു 1 മിനിറ്റ് സപ്ലൈ ക്രിയേറ്റ് ചെയ്തു. നമ്മളത് 5 മിനിറ്റും 3 മിനിറ്റൊക്കെ നോക്കുമ്പോൾ നമുക്കത് കാണാൻ പറ്റും കംപ്ലീറ്റ്ലി വിക്കാണ്. ഓക്കെ, അപ്പോൾ ആരും അങ്ങനെ ശ്രദ്ധിക്കില്ല. അതായത് എല്ലാവരും വിചാരിക്കും ഈ വിക്ക് മാർക്കറ്റ് സ്വീപ്പ് ചെയ്തിട്ട് പിന്നെ സെല്ലാമെന്നാണ് വിചാരിക്കുക. പക്ഷേ നമ്മൾ 1 മിനിറ്റ് നോക്കുമ്പോൾ അതാ പറഞ്ഞ എല്ലാ ടൈം ഫ്രെയിം ചെക്ക് ചെയ്യണം. ഓക്കെ, നമ്മൾ മൾട്ടിപ്പിൾ ടൈം ഫ്രെയിം എപ്പോഴും ചെക്ക് ചെയ്യണം. ഏതിനാണ് ഒരു പ്രോപ്പർ ഡിമാൻഡ് സപ്ലൈ നമുക്ക് കാണാൻ പറ്റാൻ നോക്കണം. ഓക്കെ, അപ്പോൾ 1 മിനിറ്റിൽ അവിടെ ഒരു സപ്ലൈ ഞാൻ കണ്ടു, ഒരു ഓർഡർ ബ്ലോക്ക്, പ്രോപ്പർ ഓർഡർ ബ്ലോക്ക് കണ്ടു. ഞാൻ എന്ത് ചെയ്തു, ഈ ഓർഡർ ബ്ലോക്ക് സെല്ലടിച്ചു. ഓക്കെ, ഡയറക്റ്റ് ഇവിടെ സെല്ലടിച്ചു. റീസൺ നമ്മൾ സ്ട്രക്ചർ ഷിഫ്റ്റ് എന്ന് പറയുമ്പം ചെറിയ ഷിഫ്റ്റായിട്ട് എടുക്കാം. കാരണം ഈ ഒരു ലോ അത് നമ്മൾ വരച്ച് കാണിക്കാൻ കുറച്ച് പാടായിരിക്കും. ഈ ഒരു ലോ സ്വീപ്പ് ചെയ്തായിട്ട് കാണാം. ഓക്കെ, സ്ട്രക്ചർ ഷിഫ്റ്റായി, മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് അറിയാം, അല്ലെങ്കിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്ന് വേണം പറയാം. ഓക്കെ, സോ ഇതുവരെ ഇവിടുന്ന് വന്ന പുൾ ബാക്ക്, അതായത് ഇവിടുന്ന് വന്ന ഈ ബൈയിങ് ചെറിയ വോളിയം ഈ ഒറ്റ ഷിഫ്റ്റ് കൊണ്ട് വീണ്ടും സെല്ലിലേക്ക് തന്നെ ഷിഫ്റ്റായി. കാരണം സപ്ലൈ ടാപ്പ് ചെയ്തു, സെല്ലിലേക്ക് ഷിഫ്റ്റായി. ഓക്കെ, പിന്നെ മുകളിൽ ഞാൻ പറഞ്ഞ 1 മിനിറ്റിൽ ഒരു OB ഉണ്ടായിരുന്നു.
ആ ഒ ബി മാർക്കറ്റ് ടാപ്പ് ചെയ്തു. അപ്പോൾ ഞാൻ സെല്ലിട്ടത് കറക്റ്റ് ഈ ഒ ബി ഞാൻ സെല്ല് കൊടുത്തില്ല, കാരണം എങ്ങാനും മാർക്കറ്റ് കറക്റ്റ് ഒ ബി വരെ വരാണ്ട് ഈ ഇത്രയും ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ഇതിൽ എവിടെയെങ്കിലേക്കും ചിലപ്പോൾ ഫുള്ള് ഫില്ല് ചെയ്യണമെന്നില്ല. ഓക്കെ, ചിലപ്പോൾ ഒ ബി ടാപ്പ് ആവണമെന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് താഴേക്ക് ആക്കിയിട്ടാണ് ഈ ഒരു ഏരിയ. ഓക്കെ, ഈ ഒരു ഏരിയ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, സെല്ലിട്ടു. ജസ്റ്റ് ഇവിടെ സെല്ല് വെച്ചു. എന്നിട്ട് ടാർഗറ്റ് ഞാൻ വെച്ചത്, ഞാൻ ആദ്യം പറഞ്ഞിരുന്നു ടാർഗറ്റ് നമുക്ക് ഇവിടെ വരെ വെക്കാം. പക്ഷേ എനിക്ക് തോന്നി, കാരണം മാർക്കറ്റ് ന്യൂയോർക്കും സെല്ല് തന്നെയാണ് കാണിക്കുന്നത്, ഇത് സെല്ലും വോളിയാണ് കാണിക്കുന്നത്. ഓക്കെ, ബയേഴ്സിൻ്റെ സ്ട്രെങ്ത് വളരെ കുറവാണ്. അപ്പോൾ എനിക്ക് തോന്നി ഈ ഡിമാൻഡ് വർക്കാവാൻ ചാൻസ് കുറവാണെന്ന് തോന്നി. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ടാർഗറ്റ് വെച്ചത് കുറച്ച് താഴേക്ക് ഇറക്കി വെച്ചു. ഈ ലോ എന്ന് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് 1 ഡേ എടുത്ത് കാണിച്ചു തരാം. 1 ഡേയിലെ പ്രീവിയസ് ഡേ ലോ ആണ്. ഓക്കെ, സോ ഈ ക്യാൻഡിൽ കാണാൻ പറ്റും. കഴിഞ്ഞ ദിവസത്തെ ഇന്നലത്തെ ഡേ ക്യാൻഡിലെ ലോ ആണിത്. ഓക്കെ, അപ്പോൾ ഈ ലോ എടുക്കാൻ ചാൻസ് കൂടുതലാണ്, കാരണം എല്ലാ ഡേ ക്യാൻഡിലെ ഹൈയും ലോയും ലിക്വിഡിറ്റിയാണ്. ഓക്കെ, അപ്പോൾ അത് എടുക്കുമ്പോൾ മാർക്കറ്റിൽ ഓപ്പോസിറ്റ് മൂവ് വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ട്രെൻഡ് നോക്കണം. ബൈ ആണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ബൈ പോകുന്ന മാർക്കറ്റ് ആണെങ്കിൽ ഒരു ഡേ ക്യാൻഡിലെ ലോ സ്വീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് മുകളിലേക്ക് തന്നെ പോകും. ഓക്കെ, ഹൈ സ്വീപ്പ് ചെയ്ത് താഴേക്ക് തന്നെ പോകും. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റാണ്. അതാണ് ഇവിടെ സംഭവിച്ചത്. കാണാൻ പറ്റും, ഈ ഡേ ക്യാൻഡിലെ ഹൈ മാർക്കറ്റ് സ്വീപ്പ് ചെയ്തപ്പോഴാണ് ലണ്ടനിലെ മാർക്കറ്റ് താഴേക്ക് പുഷ് ചെയ്ത്. അതിൻ്റെ കണ്ടിന്യൂഷനാണ് ന്യൂയോർക്ക് താഴേക്ക് പുഷ് ചെയ്ത്. ഓക്കെ, സോ ഈ ട്രേഡ് എടുത്തു. ഞാൻ ടാർഗറ്റ് ഒരു 1:6 അടുത്ത് ഞാൻ ക്ലോസ് ചെയ്തു. അത് രാത്രി നമ്മൾ സ്ലീപ്പ് ചെയ്യാൻ പോകുന്നതിന് മുന്നേ ഞാൻ വിചാരിച്ചു ട്രേഡ് അധികം റൺ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചു. ഏകദേശം ഈ ഒരു ഏരിയ 1:6.5 വന്നു. ഓക്കെ, 6. ഓക്കെ, 1.6 അടുത്ത് ഞാൻ എന്ത് ചെയ്തു, ട്രേഡ് ക്ലോസ് ചെയ്തു. പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. ഒരു $6 പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. ഞാൻ $10 റിസ്ക് വെക്കാറുള്ളത് ഫണ്ട് അക്കൗണ്ടാണ്. ഓക്കെ, സോ ആ പ്രോഫിറ്റ് അവിടെ ബുക്ക് ചെയ്തു. ട്രേഡ് എക്സിറ്റ് ആയി. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ ഡിമാൻഡിൽ മാർക്കറ്റ് ചെറിയ റിയാക്ഷൻ കൊടുത്തായിരുന്നു. കാണാൻ പറ്റും, ഈ 50 മിനിറ്റിൻ്റെ ഡിമാൻഡിൽ ഒരു ബൈ കിട്ടുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അവിടെ ചെറിയ റിയാക്ഷൻ കിട്ടിയെന്ന് തോന്നി. ഞാൻ നോക്കിയിട്ടില്ല, കാരണം ആ സമയത്ത് ഞാൻ മാർക്കറ്റിൽ ഇല്ലായിരുന്നു. ഓക്കെ, ഞാൻ അതിന് മുന്നേ എക്സിറ്റ് ചെയ്തു. ആ ഏരിയ ടാപ്പ് ചെയ്താൽ തന്നെ ഞാൻ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് പിന്നെ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഇവിടെ റിയാക്ഷൻ വരുമ്പോൾ ഓക്കെ റീസെൻ്റ് ലോ മാർക്കറ്റ് സ്വീപ്പ് ചെയ്തു. അതിനുശേഷം മാർക്കറ്റ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും ചെറുതായിട്ടൊന്ന് ഷിഫ്റ്റ് ആയിട്ടുണ്ട് മുകളിലേക്ക്. പക്ഷേ പ്രോപ്പർ ഷിഫ്റ്റ് പറയാൻ പറ്റില്ല, അതിന് ചെറിയ വിക്ക് മാത്രമേ ഉള്ളൂ. ഓക്കെ, പിന്നെ മാർക്കറ്റ് താഴെയുള്ള ഡിമാൻഡ്, ഓക്കെ ഇതൊരു ഡിമാൻഡാണ്. പക്ഷേ ഡിമാൻഡ് മാർക്കറ്റ് ജസ്റ്റ് സ്വീപ്പ് ചെയ്തിട്ടാണ് പോയത്, മുകളിലേക്ക് പോയി. പക്ഷേ വലിയ മൂവില്ലായിരുന്നു, കാണാൻ പറ്റും ചെറിയ മൂവിൽ തന്നെ മാർക്കറ്റ് മുകളിലേക്ക് പോയിട്ട് അവിടെയുള്ള ഒരു സപ്ലൈയിൽ മാർക്കറ്റ് ടാപ്പ് ചെയ്തിട്ട് താഴേക്ക് തന്നെ വന്നു. ഓക്കെ, പിന്നെയുള്ള നിങ്ങൾക്കറിയാം സെക്ഷൻസ് കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റിൽ വലിയ ബോഡി ഉണ്ടാവില്ല, ചെറിയ മൂവേ ഉള്ളൂ, വളരെ വീക്കായ മൂവാണ്. സോ മാർക്കറ്റ് താഴേക്ക് പോയി. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവിച്ചത്, കഴിഞ്ഞ ദിവസം സംഭവിച്ച മൂവ് എന്ന് പറയുന്നത്. ഓക്കെ, സോ പിന്നെ പറയാനുള്ളത്, ഇതിലിപ്പം നമ്മൾ മാർക്ക് ചെയ്ത 50 മിനിറ്റിൻ്റെ ഈ ഒരു സപ്ലൈ മാർക്കറ്റ് ഇപ്പോൾ ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സപ്ലൈ ഡിമാൻഡ്. ഓക്കെ, ഡിമാൻഡ് ഇപ്പോൾ ബ്രേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത മൂവ് നോക്കുന്നത് ഈ ഒരു ലോ എടുക്കണം. ഇനി കാണാൻ പറ്റും പ്രീവിയസ് ഡേ ലോ ഉണ്ട് ഇവിടെ. ഓക്കെ, ഈ ഒരു ലോ ഞാൻ ഓൾറെഡി മാർക്ക് ചെയ്തായിരുന്നു, ഇന്നലെ തന്നെ മാർക്ക് ചെയ്തായിരുന്നു. അപ്പോൾ ഈ പ്രീവിയസ് ഡേ ലോ മാർക്കറ്റ് എടുക്കണം. ഓക്കെ, അതിനുവേണ്ടി മാർക്കറ്റ് താഴേക്ക് വരണം. സോ ഇങ്ങനെ നേരെ താഴേക്ക് വന്നിട്ട് ഈ ലോ എടുത്ത് കഴിഞ്ഞാൽ താഴെ ചെറിയൊരു ഡിമാൻഡ് ഉണ്ട്. ഇത് ചിലപ്പം ലണ്ടനിൽ വർക്കാവും, ഉറപ്പൊന്നുമില്ല. ചിലപ്പോൾ വർക്കായിട്ട് ചെറിയൊരു മൂവ് മുകളിലേക്ക് കൊടുക്കാം. ഓക്കെ, ചിലപ്പോൾ നോട്ട് ഷുവർ, ചിലപ്പം മൊത്തത്തിൽ സ്വീപ്പ് ആവാൻ ചാൻസ് ഉണ്ട്. അതിനു മുമ്പ് നമുക്കിതിൽ ഇപ്പം ഏഷ്യൻ്റെ നോക്കണം, ഹൈ നോക്കണം. ഓക്കെ, അപ്പോൾ ഇത് ഏഷ്യ ഹൈ ആണ്, ഇത് ഏഷ്യ ഹൈ ആണ്. ഓക്കെ, സോ അപ്പോൾ ഏഷ്യ ഹൈ മാർക്കറ്റ് എടുക്കാൻ ചാൻസ് ഉണ്ട്. അത് ലണ്ടൻ തന്നെ എടുക്കുമെന്ന് അറിയാം, ചിലപ്പോൾ ന്യൂയോർക്ക് ആയിരിക്കും എടുക്കുക, നോട്ട് ഷുവർ. ഓക്കെ, നമുക്ക് വാച്ച് ചെയ്യാം മാർക്കറ്റ്. അപ്പം ഇപ്പം നടക്കാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ ലണ്ടൻ മേ ബി മാർക്കറ്റ് താഴേക്ക് പുഷ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പം അത് ഏഷ്യ ഹൈ എടുത്തിട്ട് മാത്രമേ പുഷ് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്കിവിടെ ഒരു സപ്ലൈ കാണാൻ പറ്റും. ഈ ഏഷ്യനുള്ളിൽ തന്നെ ഒരു സപ്ലൈ ഉണ്ട്, ഇതാണ് സപ്ലൈ. ഓക്കെ, ഇവിടെ സപ്ലൈ കാണാൻ പറ്റും. ഓക്കെ, സോ ഈ സപ്ലൈയിൽ മാർക്കറ്റ് മേ ബി ടാപ്പ് ആയതിനു ശേഷം ലണ്ടൻ ഓപ്പൺ ഇവിടെ ടാപ്പ് ആയതിനു ശേഷം മേ ബി മാർക്കറ്റ് താഴേക്ക് പുഷ് ചെയ്ത് ഏഷ്യ ലോ എടുത്തിട്ട് ഈ ഡിമാൻഡിൽ വന്ന ശേഷം ചിലപ്പോൾ ന്യൂയോർക്കിൽ അങ്ങനെ ഇവിടുന്ന് ബൈ വർക്കാവും. അല്ല കംപ്ലീറ്റ് ഏഷ്യ ഹൈ എടുക്കേണ്ട തന്നെ മാർക്കറ്റ് താഴേക്ക് പുഷ് ചെയ്തിട്ട് ഇങ്ങനെ പുഷ് ചെയ്തിട്ട് ഈ ലോ ബ്രേക്ക് ചെയ്യാൻ പിന്നെ മാർക്കറ്റ് താഴേക്ക് പോകും, ഈ ഡിമാൻഡ് വരെ പോകും. ഓക്കെ, സോ ഇവിടുന്ന് പിന്നെ മെല്ലെ കയറി പോകുമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് യൂറോയിൽ ഇന്ന് എക്സ്പെക്ട് ചെയ്യുന്ന മൂവ് എന്ന് പറയുന്നത്. ഇനിയിപ്പം അങ്ങനെയല്ല, ഞാൻ പറഞ്ഞ പോലെ എന്തായാലും മാർക്കറ്റ് ഡയറക്റ്റ് ഇവിടുന്ന് മുകളിലേക്ക് കയറാൻ ചാൻസ് ഇല്ല, കാരണം അത് കംപ്ലീറ്റ് ലിക്വിഡിറ്റിയാണ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ബൈ ഡയറക്റ്റ് പോകാൻ ചാൻസ് ഇല്ല. ഇവിടുന്ന് മെല്ലൊരു മൂവ് കൊടുത്തിട്ട് ഈ ഒരു സപ്ലൈയിൽ വർക്കായി താഴെ പോയിട്ട് പ്രീവിയസ് ഡേ ലോയും ഈ ചെറിയ ഡിമാൻഡിൽ വർക്കായി മാർക്കറ്റ് ചിലപ്പോൾ മുകളിലേക്ക് തന്നെ പോയിട്ട് ഏഷ്യ ഹൈ എടുക്കാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് മുകളിലുള്ള ഇതിന് മുന്നേ ന്യൂയോർക്ക് ക്രിയേറ്റ് ചെയ്ത വല്ല സപ്ലൈയിലും കണ്ട് ടാപ്പ് ചെയ്തിട്ട് പിന്നെ താഴേക്ക് തന്നെ പോകും, അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, സോ ഇതാണ്
യൂറോയിൽ ഇപ്പോൾ എക്സ്പെക്ട് ചെയ്യുന്ന മൂവ്. അപ്പോൾ നിങ്ങൾ പ്രോപ്പറായിട്ട് മാർക്കറ്റ് വാച്ച് ചെയ്യുക, എവിടെയാണ് നിങ്ങൾക്ക് പ്രോപ്പർ എൻട്രി കിട്ടുന്നത് അവിടെ എൻ്റർ ആവുക. ഓക്കെ, ബ്ലൈൻഡായിട്ട് എന്തെങ്കിലും കാണുമ്പോഴത്തേക്ക് എൻ്റർ ആവാണ്ട് പ്രോപ്പർ കൺഫർമേഷനും പ്രോപ്പർ സെറ്റപ്പ് നോക്കി മാത്രം ട്രേഡ് ചെയ്യുക. ഓക്കെ, സോ ഇതാണ് മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുന്ന മൂവ്. അപ്പോൾ നിങ്ങളുടെ സ്ട്രാറ്റജി എന്താണോ പറയുന്നത് അത് നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. ഈ പറഞ്ഞ ഏരിയയിൽ മാത്രം ഞാൻ പറഞ്ഞ റിയാക്ഷൻസ് നോക്കുക, പറഞ്ഞ ലിക്വിഡിറ്റി ഏരിയ നോക്കുക. ഓക്കെ, അവിടെ നിങ്ങൾക്ക് മാർക്കറ്റ് വർക്കാവും. ഈ സപ്ലൈ ലിക്വിഡിറ്റി ആണ്, ചിലപ്പോൾ അത് വർക്കാവാം, ഉറപ്പൊന്നുമില്ല. ഏഷ്യ ഹൈ ആയതുകൊണ്ട് ചിലപ്പോൾ ഒരു സ്വീപ്പ് മാത്രം വിട്ടു പോകാം. അതായത് സപ്ലൈ ബ്രേക്ക് ആവില്ല, പകരം ഒരു വിക്ക് വിട്ടിട്ട് താഴേക്ക് വരാം. ഓക്കെ, സോ ഇങ്ങനെ സംഭവിക്കാം. ഓക്കെ, സോ എന്തായാലും വാച്ച് ചെയ്യാം. അപ്പോൾ ഇതാണ് യൂറോയുടെ അപ്ഡേറ്റ്. സോ ഇന്നത്തെ മാർക്കറ്റ് എങ്ങനെയാണ് മൂവ് ആവുന്നത് നോക്കിയിട്ട് അടുത്ത നാളെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഗോൾഡിൻ്റെ മാർക്കറ്റ് എടുക്കുമ്പോൾ എനിക്ക് ഗോൾഡിൽ ഇന്നലെ ഒറ്റ എൻട്രി കിട്ടിയുള്ളൂ, ഒരു സെല്ലായിരുന്നു. ഓക്കെ, സോ അതെങ്ങനെ കിട്ടിയെന്ന് ഞാൻ പറയാം. സോ ഇപ്പം മാർക്കറ്റിൻ്റെ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇന്നലെ പറഞ്ഞത്, നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ എടുത്താൽ മനസ്സിലാവും, നമ്മൾ 2 സെറ്റപ്പാണെന്ന് പറഞ്ഞത്. ഒന്ന്, നമുക്ക് താഴെ ഒരു ഡിമാൻഡ് ഉണ്ട്, ഇവിടെ ഒന്നൊക്കെ ബൈ വരാം, അല്ലെങ്കിൽ ഈ ഒരു ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം മാർക്കറ്റ് ഇങ്ങനെ ലിക്വിഡിറ്റി എടുത്ത് മുകളിലേക്ക് പോകാം എന്നായിരുന്നു പറഞ്ഞത്. മുകളിലൊരു ലിക്വിഡിറ്റി പോയിൻ്റ് ഉണ്ട്, ഞാൻ കാണിക്കാം. ഓക്കെ, സോ കാണാൻ പറ്റും, ഇവിടെ ഒരു ഹൈ ഉണ്ട്, ഇതൊരു ലിക്വിഡിറ്റി ഹൈ എന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ മാർക്കറ്റ് അത് എടുത്തില്ല. ഞാൻ എക്സ്പെക്ട് ചെയ്തത് എടുക്കുന്നായിരുന്നു, പക്ഷേ അത് എടുത്തില്ല ലണ്ടനിൽ. കാരണം ഇന്നലെ ബൈയിങ് വോളിയം ഗോൾഡിലാണെങ്കിലും യൂറോ ആണെങ്കിലും എല്ലാത്തിലും ബയ്യേഴ്സ് കുറവായിരുന്നു, സെല്ലേഴ്സ് ആയിരുന്നു കുറച്ച് കൂടുതൽ ആക്റ്റീവായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ അങ്ങനെ സെല്ല് കിട്ടിയെന്ന് പറയാം. ഓക്കെ, അപ്പം സെല്ല് കിട്ടിയത് 1 മിനിറ്റ് എൻട്രിയാണ്, ഞാൻ കാണിച്ചു തരാം. എന്തായാലും ഈ ഒരു ഏരിയ നിന്നാണ് നമുക്ക് എൻട്രി വന്നത് ഗോൾഡിൽ, ഈ ഒരു ഏരിയ. ഓക്കെ, ഈ ഒരു ഏരിയ നിന്നാണ് സെല്ല് കിട്ടിയത്. അപ്പം ഇതിൻ്റെ സെക്ഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ലണ്ടനിലാണ് എൻട്രി കിട്ടിയത്. ഓക്കെ, സോ റീസൺ ഏഷ്യ ഹൈ മാർക്കറ്റ് ഓൾറെഡി എടുത്തു, പിന്നെ ടാർഗറ്റ് ഏഷ്യ ലോ ആണ്. ഞാൻ പറഞ്ഞിരുന്നത് ഏഷ്യ ലോ മാർക്കറ്റ് എടുക്കാൻ ചാൻസ് കൂടുതലാണെന്ന്. സോ ഏഷ്യ ലോ എടുത്തത് ന്യൂയോർക്കാണ്. ആ സമയത്ത് നമ്മൾ എൻട്രി നോക്കിയിട്ടില്ല ഗോൾഡിൽ, ലണ്ടനിൽ മാത്രമാണ് നോക്കിയത്. ഓക്കെ, അപ്പോൾ എൻട്രി അത് കാണിച്ചാൽ എങ്ങനെ കിട്ടിയത്. സോ ജസ്റ്റ് നമുക്ക് ഈ സെഷൻസ് ക്ലോസ് ചെയ്യാം. കാണാൻ പറ്റും റീസെൻറ്റ് ഹൈ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നതിനെ വെയിറ്റ് ചെയ്തു. ഇതൊരു സപ്ലൈ ആണ്, എന്നാൽ കൂടെ ഞാൻ അവിടെ സെല്ല് നോക്കിയില്ല. സെല്ല് നോക്കിയാലും കുഴപ്പമൊന്നുമില്ല, കാരണം വലിയൊരു അപ്സൈഡ് മൂവ് ഇല്ല. ഓക്കെ, നിങ്ങൾക്ക് എസ് വെച്ച് മുകളിലേക്ക് കയറ്റി വെച്ചാലും, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങളിവിടെ ഒരു സെല്ല് നോക്കി, ഓക്കെ, ഇവിടെ സെല്ലെടുത്തു വിചാരിച്ചു. എസ് എൽ ഒരിക്കലും ഇതിൻ്റെ മൂട്ട് കൊണ്ട് വെക്കരുത്. അതായത് ഇപ്പോൾ ഇവിടെ സെല്ലെടുത്ത് കഴിഞ്ഞാൽ എസ് എൽ ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ കൊണ്ട് വെച്ചാൽ എസ് എൽ അടിക്കും, കുറച്ചൊന്ന് കയറ്റി വെക്കും മുകളിലേക്ക്. ഓക്കെ, കുറച്ച് രീതിക്ക് കയറ്റി വെച്ചിട്ട് നിങ്ങൾ ടാർഗറ്റ് ഇങ്ങനെ വെച്ചിരുന്നെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് പ്രോപ്പറായിട്ടൊരു 1:6 ഒക്കെ അടുത്ത് റിസ്ക് റിവാർഡിൽ സെല്ല് കിട്ടുമായിരുന്നു. ഓക്കെ, പക്ഷേ ഞാൻ ആ സമയത്ത് സെല്ല് നോക്കിയില്ല. പകരം ഞാൻ ചെയ്തതെന്താ വെച്ചാൽ, എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം ഇവിടെ മാർക്കറ്റ് ഈ ഡിമാൻഡ് ബ്രേക്ക് ചെയ്തു, താഴെയുള്ള ഈ ഒരു ഏരിയ മൊത്തം ബ്രേക്ക് ചെയ്തു, ബോഡി ക്ലോസ് ചെയ്തു. ഓക്കെ, നമുക്ക് കാണാൻ പറ്റും ഈ ഒരു ഏരിയ മാർക്കറ്റോടെ ക്ലോസ് ചെയ്തു. അപ്പം ഓൾമോസ്റ്റ് മാർക്കറ്റ് സെല്ലിലേക്ക് ഷിഫ്റ്റ് ആവുമെന്ന് ഉറപ്പായിരുന്നു. പക്ഷേ ഒരു കൺഫ്യൂഷൻ ഉള്ളത്, മുകളിലൊരു ലിക്വിഡിറ്റി പോയിൻ്റ് ഉണ്ട്, അപ്പോൾ ഇത് എടുക്കുമെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ രണ്ടും നോക്കി നമ്മൾ എന്നൊക്കെ പോയാൽ ലോസ്, ട്രേഡ് എടുത്തില്ലെങ്കിൽ ലോസും ഇല്ല, പ്രോഫിറ്റും ഇല്ല. അപ്പോൾ നമ്മൾ റിസ്ക് എടുക്കണം അപ്പോൾ ട്രേഡ് എടുക്കുന്നു. ഓക്കെ, അപ്പം ഞാൻ വെയിറ്റ് ചെയ്തത് ഈ ഒരു ഹൈ മാർക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മൾ ലണ്ടനിൽ ഹൈ എടുത്തു, ഈ ഒരു ഹൈ മാർക്കറ്റ് ലണ്ടനിൽ വന്ന് സ്വീപ്പ് ചെയ്തു, പിന്നെ താഴേക്ക് തന്നെ പുഷ് ചെയ്തിട്ട് പിന്നെ മുകളിൽ പോയി പിന്നെയും ഈ ഹൈ എടുത്തു. ഓക്കെ, സോ അപ്പോൾ 2 തവണ മാർക്കറ്റ് ഹൈ തന്നെ എടുത്ത് സ്വീപ്പ് ചെയ്തു. പക്ഷേ ഓരോ തവണ ഹൈ എടുക്കുമ്പോഴും നമ്മളവിടെ ശ്രദ്ധിക്കുന്ന കാര്യം എന്താ വെച്ചാൽ, മാർക്കറ്റിന് മുകളിൽ ബോഡി ക്ലോസ് ചെയ്യാനുള്ള ബോഡിയില്ല. ഓക്കെ, ബൈ ഇങ്ങനെ വന്നാലും സെല്ലേഴ്സ് തന്നെയാണ് കൂടുതലുള്ളത്. ഈ ഒരു ഏരിയ എത്തുമ്പോൾ സെല്ലേഴ്സ് കൂടുതൽ സെല്ലിങ് പ്രഷർ കാണിക്കുന്നു. ഓക്കെ, അപ്പോൾ മനസ്സിലായി മാർക്കറ്റിൽ ഇനി ഉള്ള മൂവ് വരുമ്പോൾ സെല്ലാവും. ഓക്കെ, ബൈ ആവാൻ ചാൻസ് കുറവാണ്, കാരണം എല്ലാ സെല്ലേഴ്സിൻ്റെ ഹൈയും ബൈയേഴ്സ് ഒന്ന് എടുത്തിട്ട് പിന്നെ സെല്ലാവാണ്. ഓക്കെ, സോ കംപ്ലീറ്റ് ലിക്വിഡിറ്റി ഹണ്ട് നടക്കുന്നുണ്ട്. 2 തവണ നടന്നു. അപ്പോൾ 2 തവണ ലിക്വിഡിറ്റി ഇവിടെ ഹണ്ടായി. അപ്പോൾ ഇനി 3ാമത്തെ തവണ മേ ബി ഒന്നെങ്കിൽ ലിക്വിഡിറ്റി ഹണ്ടാവാം, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച കൊടുത്തിന് മാർക്കറ്റ് താഴേക്ക് പോകും. ഓക്കെ, മാർക്കറ്റ് താഴേക്ക് പോകുന്ന കാര്യം ഉറപ്പാണ്, പക്ഷേ ലിക്വിഡിറ്റി ഹണ്ടാവുന്ന ഡൗട്ട് മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ നമ്മൾ ചെയ്തെന്താ വെച്ചാൽ, മാർക്കറ്റ് ഈ ഒരു ലിക്വിഡിറ്റി ഹണ്ട് ചെയ്തു, ഇവിടെ ഡിമാൻഡ് കാണാൻ പറ്റും. ഓക്കെ, സിംഗിൾ ഡിമാൻഡ് മാർക്കറ്റ് ഇവിടെ ബ്രേക്ക് ചെയ്തു. ഓക്കെ, ഇത് ബ്രേക്ക് ചെയ്ത സമയത്ത് ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു ഡിമാൻഡ്, ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ ഡിമാൻഡ് കാണാൻ പറ്റും, സോറി സപ്ലൈ, ഡിമാൻഡ് അല്ല സപ്ലൈ. ഓക്കെ, ഈ സിംഗിൾ ക്യാൻഡിൽ 1 മിനിറ്റ് ആണ്. ഈ സിംഗിൾ ക്യാൻഡിൽ ഞാൻ എന്ത് ചെയ്തു, ഒരു എൻട്രി പ്ലേസ് ചെയ്തു. ഓക്കെ, ഒരു എൻട്രി പ്ലേസ് ചെയ്തു. എസ് എൽ ഞാൻ റിസ്ക് എടുത്തുന്ന ഈ ഒരു ഇതിൻ്റെ മുകളിൽ തന്നെ വെച്ചു. ഓക്കെ, അതിന് ടാർഗറ്റ് ഞാൻ വെച്ചത് 1:4.5 ആയിരുന്നു. ഒരു എത്ര 1.45. ഓക്കെ, ഈ റേഞ്ചിലാണ് ഞാൻ ടാർഗറ്റ് വെച്ചത്. ഞാൻ എന്ത് ചെയ്തു, അവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് വേണമെങ്കിൽ ഈ ഒരു ലോ വരെ വെക്കായിരുന്നു, പക്ഷേ ഞാൻ പറഞ്ഞു മാനിപ്പുലേഷൻ നടക്കുന്നതുകൊണ്ട് തന്നെ ചിലപ്പം നമ്മൾ എൻട്രി മാനിപ്പുലേറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് 1.45 വരെയാണ് ഞാൻ വെച്ചത് ഞാൻ ടാർഗറ്റ്. ഓക്കെ, സോ ഇതുവരെ വെച്ചു. അപ്പോൾ എൻട്രി ട്രിഗറായി, മാർക്കറ്റ് താഴേക്ക് പോയി. ഞാൻ ബ്രേക്ക് ഇവനെ ആക്കിയില്ല, താഴേക്ക് പോയി ഇവിടം വരെ വന്നു, പിന്നെ മാർക്കറ്റ് മുകളിലേക്ക് പുഷ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എനിക്കറിയാം ഇവിടെ വീണ്ടും ഒരു സപ്ലൈ ഉണ്ട്. അപ്പോൾ ഈ സപ്ലൈയുടെ ടാപ്പ് ചെയ്യാനായിരിക്കും മാർക്കറ്റ് വരുന്നത്.
ഓക്കെ, ഇനി തിരിച്ച് കയറിയാൽ നോ പ്രോബ്ലം, ചെറിയ രസമാണ്, നോ പ്രോബ്ലം. ഓക്കെ, അപ്പോൾ നമ്മൾ ഹോൾഡ് ചെയ്തു. പക്ഷേ മാർക്കറ്റ് വന്നു, ഇവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്തു, ഹോൾഡ് ചെയ്തു. ഒരു 1.45 നമ്മൾ എൻട്രി എടുത്തു, TP ഹിറ്റായി. ഓക്കെ, പിന്നെ മാർക്കറ്റിൽ നിന്ന് എക്സിറ്റായി, പിന്നെ നമ്മൾ എൻട്രി നോക്കിയിട്ടില്ല. ഓക്കെ, അങ്ങനെ മാർക്കറ്റ് സെല്ലായി. അപ്പോൾ നമ്മളിത് ഇന്നലെ പറഞ്ഞിരുന്നത് നമുക്ക് ഇവിടുന്ന് ബൈ കിട്ടുന്നായിരുന്നു. ഏത് ഈ ഒരു ലോ എടുത്താൽ ബൈ കിട്ടുന്നതാണ് പറഞ്ഞിരുന്നത്. പക്ഷേ മാർക്കറ്റ് അവിടെ പ്രത്യേകിച്ച് ഒരു ബൈയും കാണിച്ചില്ല. ഓക്കെ, ഡയറക്റ്റ് ഫെയിലാവുകയാണ് ചെയ്തത്. ആ ഡിമാൻഡ് ഫെയിലായി, പിന്നെയുള്ള ഈ ഡിമാൻഡ് മാർക്കറ്റ് ഫെയിലായി. ഓക്കെ, പിന്നെ ഈ ലിക്വിഡിറ്റി മൊത്തം മാർക്കറ്റ് എടുത്തു. സോ കാണാൻ പറ്റും, ഈ ലിക്വിഡിറ്റി മൊത്തം മാർക്കറ്റ് എടുത്തു, ഇപ്പോൾ താഴേക്ക് പുഷ് ചെയ്തു. ഓക്കെ, ഇപ്പം മാർക്കറ്റ് നിൽക്കുന്ന ഏരിയ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് എവിടെ ബൈ നോക്കാം. ഇപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കുറച്ച് ഡിമാൻഡ്സ് മാർക്ക് ചെയ്ത് വെച്ചായിരുന്നു. അപ്പം നിങ്ങൾക്കിതിൽ കാണാൻ പറ്റും 50 മിനിറ്റിൽ ഒരു പോയിൻ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്. ഇതാണ്. ഓക്കെ, കാണാൻ പറ്റും, ഇവിടെ ഒരു പോയിൻ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്. പക്ഷേ അത് ചെറുതായിട്ട് ടാപ്പ് ആയിട്ടുണ്ടോ വെച്ചിട്ടുണ്ട്. ഇത് ന്യൂയോർക്കിലാണ് ക്രിയേറ്റ് ആയത് ഈ ഒരു ഏരിയ. ഓക്കെ, സോ അപ്പം ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ന്യൂയോർക്കിൽ ക്രിയേറ്റ് ആയ ഒരു സപ്ലൈ ഉണ്ട്. ഈ സപ്ലൈ നമ്മൾ 1 ഹവറിൽ നോക്കുമ്പം നമുക്ക് ഒരു പ്രോപ്പർ ഒരു OB ആയിട്ട് കാണാൻ പറ്റും. പിന്നെ മുകളിലായിട്ട് പിന്നെ ഒരു OB ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരു OB ഉണ്ട്. സോ 2 ഓർഡർ ബ്ലോക്സ് ഉണ്ട്. ഓക്കെ, 2 സപ്ലൈസ് ഉണ്ട് മുകളിൽ. ഓക്കെ, മാർക്കറ്റ് ജസ്റ്റ് ഈ സപ്ലൈ നിന്ന് ടാപ്പായി താഴേക്ക് പോയി, കംപ്ലീറ്റ് ടാപ്പ് ആയിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇന്നത്തെ മൂവ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് മാർക്കറ്റ് നമ്മൾ ഇന്നലെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇവിടെ നിന്ന് മെല്ലെ ഇറങ്ങിയിട്ട് ഇവിടെ ഒരു പോയിൻ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്, ഇവിടെ ടാപ്പായി അല്ലെങ്കിൽ ഡിമാൻഡിൽ ടാപ്പായിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പുഷ് ചെയ്യുമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ പുഷ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ വരെ ടാർഗറ്റ്, അതായത് ഈ ഒരു ഹൈ വരെ ടാർഗറ്റ് ഫസ്റ്റ് നോക്കാം. കാരണം ഇതൊരു ഡേ ഹൈ ആണ്, റീസെൻറ്റ് ഡേ ഹൈ ആണ്. ഓക്കെ, സോ ഇവിടെ വരെ നമുക്ക് ടാർഗറ്റ് നോക്കാം. മുകളിൽ പിന്നെ സപ്ലൈസ് ഉണ്ട്, നിങ്ങൾക്ക് അവിടെ നിന്ന് വേണമെങ്കിൽ സെല്ല് നോക്കാം ചെറുതായിട്ട്. ഓക്കെ, റിസ്ക് ആണ്, എന്നാൽ അവിടെ ചെറിയ റിസ്ക് റിവാർഡിൽ 1:2, 3, 4 റേഞ്ചിലൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, സോ അപ്പോൾ ഇതാണ് ഗോൾഡിൽ ഇപ്പം നടക്കാൻ ചാൻസ് ഉള്ള മൂവ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഏഷ്യ ഹൈയും ഇത് നോക്കുകയാണെങ്കിൽ ഇത് കാണാൻ പറ്റും. ഞാൻ നേരത്തെ യൂറോയിൽ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ഏഷ്യ ലോൻ്റെ അടുത്താണ് മാർക്കറ്റ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ലണ്ടൻ ഓപ്പൺ ആകുമ്പോൾ മാർക്കറ്റ് താഴേക്ക് പുഷ് ചെയ്തിട്ട് ഈ ഒരു പോയിൻ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ എങ്ങാനും ന്യൂയോർക്കിൽ വർക്കായിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പുഷ് ചെയ്തിട്ട് പോകാൻ ചാൻസ് കാണുന്നുണ്ട്. ഓക്കെ, സോ ഈ രീതിക്കാണ് ഇപ്പം ഗോൾഡിൽ ഒരു ബൈ വോളിയം അല്ലെങ്കിൽ ബൈ മൊമെൻറ്റം നമ്മൾ നോക്കുന്നത്. സോ ഈ രീതിക്ക് ട്രൈ ചെയ്ത് നോക്കുക, എങ്ങനെയാണ് മാർക്കറ്റ് ഈ ഏരിയയിലൊക്കെ റിയാക്ട് ചെയ്യുന്നത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഗോൾഡിൻ്റെ അപ്ഡേറ്റ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് നോക്കിയിട്ട് നാളെ വീണ്ടും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഡെയിലി അപ്ഡേറ്റ് ചെയ്യാൻ നോക്കാം. ഇപ്പോൾ സപ്ലൈ കറക്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക, ഇവിടെ കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ സെല് ചെയ്യുക. ഓക്കെ, സോ ഇതൊക്കെയാണ് പറയാനുള്ളത് ഗോൾഡിൽ. സോ എന്തായാലും വെയിറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞ ഏരിയയിലേക്ക് മാർക്കറ്റ് വരുമ്പോൾ തന്നെ വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഏരിയയിൽ വരുമ്പോൾ ട്രൈ ചെയ്യാം. ഓക്കെ, നോ പ്രോബ്ലം. ഇത് തന്നെ ഫോളോ ചെയ്യണമെന്നൊന്നുമില്ല. അപ്പോൾ നിങ്ങളെ സെറ്റപ്പും ഫോളോ ചെയ്യാം. അത് ഫോളോ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ അതും കൂടെ യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇവിടെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഫ്രണ്ട്സ്.